കണ്ണൂർ പാനൂർ പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനും ബി.ജെ.പി. നേതാവുമായിരുന്ന പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി. തലശ്ശേരി പോക്സോ അതിവേഗ പ്രത്യേക കോടതി നാളെ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ശിശുദിനത്തിൽ കോടതിയുടെ നിർണായക കണ്ടെത്തൽ. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിൽ 3 തവണ അധ്യാപകൻ ബാത്റൂമിൽ കൊണ്ടുപോയി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. 2024 ഫെബ്രുവരി 23-നാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. 2025 ഓഗസ്റ്റ് 13 വരെ തുടർച്ചയായ വിചാരണയുണ്ടായി. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിനെ സഹിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി പറയാനുള്ളത്. കേസ് അട്ടിമറിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് തുടർച്ചയായി 5 അന്വേഷണ സംഘങ്ങളാണ് കേസ് അന്വേഷിച്ചത്. 10 വയസ്സുകാരി പീഡനത്തിനിരയായ വിവരം ചൈൽഡ് ലൈനിലാണ് ആദ്യം ലഭിച്ചത്. കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പാനൂർ പോലീസ് 2020 മാർച്ച് 17-നാണ് കേസെടുത്തത്. ശിക്ഷാവിധി പരിശോധിച്ച് ശേഷം മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ശിക്ഷ നാളെയാണ് പറയുക. വിധി പഠിച്ചതിന് ശേഷം എത്രയും വേഗം മേൽക്കോടതിയെ സമീപിക്കും. അദ്ദേഹത്തിനുള്ള ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യുന്നതാണ്. കോസ്റ്റൽ ADGP EJ ജയരാജൻ, DYSP രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അവസാനമായി അന്വേഷിച്ചത്. 2021 മെയ് മാസം പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.